നബിദിന ഭക്ഷണം, നേർച്ച ഭക്ഷണങ്ങൾ എന്നിവ സന്തോഷത്തോടെ തന്നാൽ ഭക്ഷിക്കാൻ പറ്റുമോ? ഒരു ഭക്ഷണം അനുവദനീയമാകുന്നതും അല്ലാതിരിക്കുന്നതും തരുന്ന ആൾക്ക് സന്തോഷമുണ്ടോ ഇല്ലേ എന്നത് അടിസ്ഥാനമാക്കിയിട്ടല്ല. സന്തോഷത്തോടെ കള്ളെന്നാ കുടിച്ചാൻ പറ്റുമോ ചോദിച്ചാൽ എന്താ പറയാ? എന്താ സന്തോഷപ്പെട്ട് തന്നാലും എങ്ങനെ ഇപ്പം വേണ്ടാന്ന് പറയാം. വാങ്ങിയിട്ട് തൽക്കാലമാണ് പോയിട്ട് ഒഴിവാക്കിയാലും വേണ്ടില്ല എന്ന് വിചാരിക്കോ? ഇല്ലല്ലോ. സന്തോഷത്തോടെ ശവം തന്നാൽ സ്വീകരിക്കോ? ഇല്ല. തിന്നാൻ അനുവാദം ഏതിനുണ്ടോ അത് മാത്രല്ലേ നമ്മൾ തിന്നുള്ളൂ. അല്ലാഹുതആല അനുവദിച്ചത് ഭക്ഷണമായി ഉപയോഗിക്കാൻ അല്ലാഹുതആല അനുവദിച്ച ഏതൊക്കെയുണ്ടോ അത് മാത്രമേ നമുക്ക് തിന്നാൻ അധികാരമുള്ളൂ, അവകാശമുള്ളൂ. അതല്ലാത്തത്, അനുവാദമില്ലാത്തത് രണ്ട് രൂപത്തിലുണ്ടാവും. അനുവാദമില്ലാത്ത ഭക്ഷണങ്ങൾ രണ്ട് രൂപത്തിൽ. ഒന്ന് കേവലം ഹറാം മാത്രമുള്ളത്. ഇപ്പൊ ശവം അത് ഹറാമാണ്, ശിർക്കല്ല. തിന്നാൻ അനുവാദമില്ലാത്ത ജീവികൾ, പൂച്ചയെ ബിസ്മില്ല അർത്ഥത്തിൽ തന്നു, നമ്മൾ തിന്നു വെച്ചാൽ ഇല്ലല്ലോ. ബിസ്മി ചൊല്ലിയുടെ അർത്ഥത് മുസ്ലിമാണ് അർത്ഥത്, സന്തോഷത്തോടെ തന്നാണ്, എന്നാലും തിന്നൂല. കാരണം എന്താ? പൂച്ച മാംസം തിന്നാൻ നമുക്ക് അനുവാദമില്ല. അപ്പൊ കേവലം ഹറാം മാത്രമുള്ളതുണ്ട്, അത് ഭക്ഷിച്ചാൽ കുറ്റം കിട്ടും, ഒഴിവാക്കിയാൽ കൂലി കിട്ടും. എന്നാൽ ഹറാമുമാണ് അതോടൊപ്പം അല്ലാഹു തആലക്ക് വെറുപ്പുള്ള റബ്ബിൽ പങ്കു ചേർക്കുന്ന ശിർക്ക് ഉൾക്കൊള്ളുന്നതാണ്. അവിടെ വെറും ഹറാമ് മാത്രമല്ല. ഹുരിമത് അലൈക്കും മൈതതു വദ്ദമു വലഹമുൽ ഖിൻസീരി വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാ. നിങ്ങൾക്കത് ശവം ഹറാമാക്കിയിരിക്കുന്നു, രക്തം ഹറാമാക്കിയിരിക്കുന്നു, പന്നി മാംസം ഹറാമാക്കിയിരിക്കുന്നു, അല്ലാഹു അല്ലാത്തവരെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ടതിനെയും ഹറാമാക്കിയിരിക്കുന്നു. അപ്പൊ റബ്ബല്ലാത്തവർക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടത്, ബദരീങ്ങളെ പേരിൽ ഒരു മൃഗത്തിനെ അറുത്തു, നബിതങ്ങളെ പേരിൽ മൃഗത്തിനെ അറുത്തു, മഹാന്മാരുടെ പേരിൽ മൃഗത്തിനെ അറുത്തു എങ്കിൽ അത് ഭക്ഷിക്കാവതല്ല. അപ്പൊ ആളുകൾ പറയാം, അവിടെ ഇപ്പൊ ബിസ്മി ചൊല്ലിട്ടല്ലേ അറക്കണത്, അപ്പൊ ബദരീങ്ങളെ നേർച്ചക്ക് അറുത്തു, എന്നാൽ അറക്കുമ്പോ ബിസ്മി ആണോ ചൊല്ലണത്? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാന്മാരുടെ പേരിൽ നേർച്ച വഴിപാടുകൾ, ബലികൾ ഒക്കെ സമർപ്പിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് ശിർക്ക് വരുന്നത്, എങ്ങനെ ശിർക്ക് വരിക എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ബലികർമ്മം, ഉദ്ഹിയ്യത്ത് നമ്മൾ അറക്കുമ്പോൾ അവിടെ മൂന്ന് കക്ഷികളുണ്ട്. ഒന്ന് അറവ് നടത്തുന്ന നമ്മൾ പണം കൊടുത്ത് ഉരുവിനെ വാങ്ങി നാം അതിനെ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അറുക്കുന്നു. രണ്ട്, ആ മാംസം വാങ്ങിക്കൊണ്ടുപോയി അത് ഉപയോഗിക്കുന്ന അതിൻ്റെ ഗുണഭോക്താക്കൾ, ആരൊക്കെയാണോ മാംസം വാങ്ങിയത് ഓൽക്കൊക്കെ ഗുണം കിട്ടും. മൂന്നാമത്, ഈ ഒരു ചെയ്തിയെ നമ്മിൽ നിന്ന് സ്വീകരിച്ച് നമുക്ക് പ്രതിഫലം നൽകുന്ന അല്ലാഹു തആല. മൂന്ന് കക്ഷി, അറക്കുന്ന നമ്മൾ, അത് ഉപയോഗിക്കുന്ന ആളുകൾ, അത് സ്വീകരിച്ച് പ്രതിഫലം നൽകുന്ന അല്ലാഹു തആല. ഇനി യതീമിനെ നമ്മൾ നേർച്ചയാക്കി, യതീം കുട്ടിക്ക് നേർച്ച, അവിടെയും ഇതേ മൂന്ന് കക്ഷിയുണ്ട്. ഒന്ന്, നേർച്ച വസ്തു കൊടുക്കുന്ന നമ്മൾ. രണ്ട്, അത് വാങ്ങി ഉപയോഗിക്കുന്ന യതീം, അനാഥൻ, അല്ലെങ്കിൽ മിസ്കീൻ, ഫഖീർ, അല്ലെങ്കിൽ ദീനീ സംരംഭങ്ങളൊക്കെ. മൂന്നാമത്, ഈ നേർച്ചയെ സ്വീകരിച്ച് പ്രതിഫലം കൊടുക്കുന്ന അല്ലാഹു തആല. മുഹീദ്ദീൻ ശൈഖിന്റെ പേര് കോഴിയെ നേർച്ചയാക്കി, ബദരീങ്ങളുടെ നേർച്ചയ്ക്ക് ഒരു മൃഗത്തെ നേർച്ചയാക്കി, റബീഉൽ അവ്വൽ നേർച്ചയ്ക്ക് ഒരു മൃഗത്തെ നേർച്ചയാക്കി. അവിടെ ഈ മൃഗത്തെ വാങ്ങി അതിനെ അറുക്കുന്ന നമ്മൾ ഒന്ന്, ആ മൃഗത്തിന്റെ മാംസം ഉപയോഗിക്കുന്ന അതിന്റെ ഗുണഭോക്താക്കൾ രണ്ട്. ബദരീങ്ങളെ പേരിലാണ് ഈ നേർച്ച. ബദരീങ്ങൾക്ക് എന്താ ഇവിടെ റോള്? ഒന്നാമത്തതിൽ അള്ളാഹുവിന്റെ റോൾ എന്താണോ ആ സ്ഥാനത്ത് ബദരീങ്ങൾ കയറി വരുന്നു. ഇവിടെ നേർച്ച ബദരീങ്ങൾ അറിയും, ബദരീങ്ങൾക്ക് തൃപ്തിയാകും, ഇവന്റെ കാര്യത്തിൽ ബദരീങ്ങൾ ഇടപെടും, ഇവന് വേണ്ടി ശുപാർശ ചെയ്യും, ഇവന് കാവലായി നിൽക്കും. അല്ലാഹു തആലയിൽ നിന്ന് പ്രതീക്ഷിച്ചത് ബദരീങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചു. അവിടെ ശിർക്ക് വന്നു. കേവലം ഹറാമല്ല, ഞാൻ അറക്കുമ്പോ ബിസ്മി ചൊല്ലി എന്നോട് മാത്രം ഇത് ഇല്ലാതാവും. എന്നാൽ ബദരീങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരൊക്കെ വലിയ പട്ടിണി പാവങ്ങളായിരുന്നു, അങ്ങേയറ്റം മിസ്കീന്മാരായിരുന്നു. അന്ന് നമ്മൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു മൃഗത്തിനെ വാങ്ങി അറുത്തിട്ട് ഒരു തിന്നാൻ കൊടുത്താണെങ്കിലോ ഒരു പ്രശ്നമില്ല. മൊയ്തീൻ ഷെയ്ഖ് അങ്ങേയറ്റം മിസ്കീനായി ജീവിച്ച ആളാണ്.
ശക്തനായ ദരിദ്രനായിരുന്നു മുഹീദ്ദീൻ ഷെയ്ഖ്. വലിയ കുടുംബത്തിൻ്റെ അത്ര 48 മക്കൾ അദ്ദേഹത്തിനുള്ളത്. അങ്ങേയറ്റത്തെ പട്ടിണിയായിട്ട് ദിവസങ്ങളോളം ഭക്ഷണം കിട്ടാതെ ഇടങ്ങാറായിട്ട് അവസാനം അദ്ദേഹം പറയാൻ, ഞാൻ പടിഞ്ഞാറ് ഭാഗത്തേക്ക്, പള്ളിയിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഞാൻ കുറെ അങ്ങ് നടന്നു, വിശപ്പ് സഹിക്കവയ്യാതെ. കുറെ അങ്ങ് പോയപ്പോൾ അവിടെ ഒരു പ്രത്യേക പുല്ല് കണ്ടു, സാധാരണ കാണാത്തൊരു പുല്ല്. അപ്പൊ ആ ഒരു പുല്ലിങ്ങനെ കണ്ടപ്പോൾ, ഇതിപ്പം സാധാരണ കാണില്ലല്ലോ, ആ പുല്ല് വെറുതെ നിർത്തി തൊള്ളിക്കിട്ട് നോക്കി. അപ്പൊ ഭയങ്കര മധുരം. ഇത് തരക്കിടില്ലല്ലോ. അവിടെ ഇരുന്നിട്ട് അദ്ദേഹം ആ പുല്ല് പറിച്ച് തിന്നാൻ തുടങ്ങി, വിശപ്പിന്റെ ഊക്കുണ്ട്. അവരെ ആശ്വാസമായി, എന്ന് വിശപ്പ് മാറി തിരിച്ചു പോന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പിന്നെ അത് പതിവാക്കി. എന്നും ഞാൻ വൈകുന്നേരം പോകും, അസറിന് ശേഷം ആ പുല്ല് തിന്നും. ദിവസങ്ങളോളം എൻ്റെ ഭക്ഷണം അതായിരുന്നു. ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ എൻ്റെ സഹപാഠികൾ പലരും ഈ പുല്ല് കണ്ടെത്തി തിന്നാൻ വന്നിരിക്കുന്നു. ഞാൻ ചെന്നപ്പോൾ ഓലൊക്കെ പാടെ പുല്ലുന്ന. അപ്പം എനിക്ക് ലജ്ജ തോന്നി, ഞാൻ ഈ പുല്ല് കഴിക്കാറുണ്ട് എന്ന് അവരറിയണ്ട. ഞാൻ മെല്ലെ തിരിച്ചു പോന്നു. അന്ന് എനിക്ക് ആ പുല്ലുമുണ്ടായില്ല. അതാ മൊയ്തീൻ ഷെയ്ഖ്. അപ്പം നമ്മൾ അന്നുണ്ടായിരുന്നുവെങ്കിൽ നമ്മളെ പേര് കോഴി ഉണ്ട്, അന്ന് ഷെയ്ഖ് തിന്നോട്ടെ എന്നെനിക്ക് അത് നമ്മൾ ഷെയ്ഖിന് ഉണ്ടായി കൊടുത്താലോ, സ്വതക്കൻ്റെ കൂലിട്ടു. ഷെയ്ഖൊരു മിസ്കീനാണ്, മിസ്കീന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നേർച്ചാക്കി ഷെയ്ഖിന് ഉണ്ടായി കൊടുക്കാം. ഇന്ന് മൊയ്തീൻ ഷെയ്ഖിനെ കോഴി നേർച്ചാക്കിയാൽ ഷെയ്ഖും ഇതും എന്താ ബന്ധം? കോഴി കൊടുക്കുന്ന നമ്മൾ ഒന്ന്, ആ കോഴി വാങ്ങി തിന്നുന്ന തങ്ങൾ രണ്ട്. ഏത് തങ്ങളാണോ നേർച്ചാക്കാൻ പറഞ്ഞത് ആ തങ്ങൾക്ക് കൊണ്ടേ കൊടുക്കലേ. ഷെയ്ഖിന്റെ റോൾ എന്ത്? ഒന്നാമത്തെ അള്ളാന്റെ റോൾ എന്താണോ ആ സ്ഥാനത്ത് ഇവിടെ ഷെയ്ഖ് കയറി വരുന്നു. അവിടെ ഷെയ്ഖിനെ കാണും, ഷെയ്ഖിന്റെ ഈ പ്രശ്നം അറിയും, എൻ്റെ നേരത്തെ ഷെയ്ഖ് അറിയും, എന്നെ തൃപ്തിപ്പെടും, എനിക്ക് കാമലായി മാറും എന്ന് വിശ്വസിക്കുമ്പോൾ റബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഷെയ്ഖ് എന്ന് പ്രതീക്ഷിക്കും. ഇനി അതല്ലെങ്കിൽ എന്താ ഷെയ്ഖിന്റെ റോള് എന്ന് പറഞ്ഞാൽ മതി. അതൊന്നും ശരിയല്ല, അങ്ങനെയൊന്നും ഇല്ലാന്നാണെങ്കിൽ പിന്നെ മൊയ്തീൻ ഷെയ്ഖ് റോൾ എന്താണ്? അതുകൊണ്ട് തന്നെ അത്തരം നേർച്ച ഭക്ഷണങ്ങൾ, വിശിഷ്യ അറുക്കപ്പെട്ട മാംസങ്ങൾ, അതൊരിക്കലും നമുക്ക് പറ്റില്ല. സന്തോഷത്തോടെ തന്നാൽ സന്തോഷത്തോടെ നിരസിക്കുക. ഒരു പറഞ്ഞു കൊടുക്കണം, ഞാൻ തിന്നൂല, നീയും തിന്നാൻ പാടില്ല. ഞങ്ങൾ മുജാഹിദ് ഞങ്ങൾ തിന്നൂല എന്നല്ല, ഞാൻ മുസ്ലിമാണ്, നീയും മുസ്ലിമാണല്ലോ, നമ്മൾ രണ്ടാളും തിന്നാൻ പാടില്ല. ഇത് ഹറാമാണ്, ഇത് ശിർക്കിന്റെ ഭക്ഷണമാണ്, ഇത് ഉപയോഗിക്കാൻ പാടില്ല. എന്നാലും ഇപ്പൊ ചോറല്ലേ, എന്നാലും ഇപ്പൊ അതല്ലേ, അല്ല. അങ്ങനെ ഒന്നും നമുക്കതേക്കുറിച്ച് ന്യായീകരിക്കാൻ യാതൊരു ന്യായവുമില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരം ഒരു ഭക്ഷണവും അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടത്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ട ഭക്ഷണം ഇല്ല, അത് നമുക്ക് വേണ്ട. നബി ഇമാം റഹിമഹുല്ലാ സ്വഹീഹ് മുസ്ലിമിലെ ഒരു ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്ന ഒരു രംഗം കാണാം. നബി തങ്ങൾ പറയുന്നുണ്ട്, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്. ലഅനല്ലാഹ്, അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു, മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. 4 കാര്യം, 4 വിഭാഗത്തെ അല്ലാഹു ശപിച്ചു എന്ന് പറയുന്നത്. ഒന്ന്, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തവനെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. അപ്പൊ അല്ലാഹുവിന്റെ ശാപം കിട്ടണോ മനുഷ്യന്മാരെ പ്രീതിയിലൂടെ? ഇയാൾ തൃപ്തിപ്പെടാൻ, അയാൾക്ക് വിഷമല്ലാതെ വെക്കാൻ അല്ലാഹുവിന്റെ ശാപം വാങ്ങണോ വേണ്ടേ എന്നാണ് ആ വിഷയത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് അത്തരം ഭക്ഷണങ്ങളൊന്നും നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല. നമുക്ക് അനുവദിക്കപ്പെട്ടത് അല്ലാഹു തആല തിന്നാൻ അനുവാദം തന്ന, പെർമിഷൻ തന്ന ഏതൊക്കെയുണ്ടോ അതൊക്കെ ഭക്ഷിക്കാം. അല്ലാത്തതൊന്നും നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല. ആ നിലയ്ക്ക് നാം ആ കാര്യത്തെ തിരിച്ചറിയുക. അള്ളാഹുവിന്റെ എല്ലാ ഹക്കും ബാത്തിലും അവന്റെ കൽപ്പന നിർദ്ദേശങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് നാം ജീവിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.